ആംബുലൻസ് പറഞ്ഞു വിട്ടായിരുന്നോ? ഓ ശരി, ഓക്കെ. എന്തായ കാര്യങ്ങൾ? സാർ, ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് വന്നാൽ ബോഡി കൊണ്ടുപോകുന്നു. സാർ, എങ്ങനെയാ കാര്യങ്ങൾ? തട്ടിയതാണ്. നമ്പർക്ക് അറിയാമോ ഇയാളെ? ഇയാൾക്ക് ശത്രുക്കൾ വല്ലതും ഉണ്ടോ? സാർ, ആൾക്ക് ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. ധാരാളം പൈസ പുറത്തു കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. സാറെല്ലാം ഓക്കെയാണ്. ബോഡി കൊണ്ടുപോകാൻ ആംബുലൻസ് ഇപ്പോൾ വരും. താനൂടെ പോണോ? ഓക്കെ സാർ. ഇന്നലെ മുരളിക്കുന്ന ആൾക്കാണ് ഇത്ര വൈരാഗ്യം. പൈസ ഇടപാടായിരിക്കും. ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. മനസ്സാക്ഷിയുള്ളവനായിരുന്നു. നമ്മളിപ്പോൾ പൈസ ഞാനും എടുത്തിട്ടുണ്ട്. പൈസ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ഇല്ലെന്ന് പറഞ്ഞാലും ഒന്നും മിണ്ടത്തില്ലായിരുന്നു. ഇത്ര പാവപ്പെട്ടവനായിരുന്നു. എന്ത് പറ്റിയോ? കഴിഞ്ഞ ആഴ്ച അവിടെ ഓഫീസ് വന്നായിരുന്നു. നമ്മൾ അവിടുത്തെ കാവിലേക്ക് വേണ്ടിട്ട് നാടകമൊക്കെ ബുക്ക് ചെയ്തിട്ടല്ലേ പോയത്? അതെയോ? എന്നാലും പിന്നെ പുള്ളി മരിച്ചു. എങ്ങനെയാണ് മരണം? തലക്കടിച്ചെന്നാണ് അറിഞ്ഞത്. ഇന്നലെ അവന്റെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു തന്നിരുന്നു. അത് ഞാൻ പറഞ്ഞു. മറ്റേ സ്തുതി ഉണ്ടല്ലേ, അവനവന്റെ കേസ് വിടുന്ന പറയുന്ന കേട്ട്. അത് ശരി, അങ്ങനെയുള്ള സംഭവം വിഷയം ഉണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ, നാടകം ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പോയായിരുന്നു. വേറെ പിന്നെ ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു? തങ്ങിലെന്ത് പൈസ ഇടപാടാൻ കണ്ടാണ്. പൈസ കൊടുത്തോ വാങ്ങിച്ചോ അങ്ങനെയുള്ള ഇടപാടാൻ കണ്ടാണ്. പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞ ഒരാളെ കൊല്ലാനുള്ളതൊക്കെ ഉണ്ടാവും. ഒന്നും അറിയില്ല. പോലീസ് 4-5 തവണ ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുക. പോലീസ് വണ്ടി വരുന്നുണ്ടല്ലോ. ആ സുധീർ വീട് എവിടെയാണ്? സാറേ, കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് വീട്. പുള്ളി ജോലിയില്ലാത്ത സമയങ്ങളിൽ അവിടെ ഒരു കടയുണ്ട്, അവിടെ കാണാൻ പറ്റുക. എപ്പുറത്താണ്? അപ്പുറം അങ്ങേ സൈഡ്. സുധി എവിടെ? അവൻ ഇങ്ങോട്ട് വന്നോ? ഇല്ല സാർ, ഇങ്ങോട്ട് വന്നിട്ട് 1-2 ദിവസമായി. അവൻ എവിടെ കാണുമറിയോ? ഇല്ല, അറിയില്ല സാർ. ഈ കൊലപാതകത്തെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയോ? ഇല്ല സാർ. സത്യം പറ. നിന്റെ കൂട്ടം തന്നെയല്ലോ സുധി? നീയൊക്കെ 3 കൂടെ ചേർന്നല്ലോ അവൻ തീർത്ത്? അയ്യോ ഇല്ല സാർ, ഞങ്ങൾ അവനെ കണ്ടിട്ട് തന്നെ ഒരുപാട് ദിവസമായി. ആ മരിച്ച മുരളി നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവൻ വിളിച്ചാലോ അവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലോ സ്റ്റേഷൻ അറിയിക്കണം കേട്ടല്ലോ. ഇവരുടെ അഡ്രസ്സും കൊണ്ടുപോയി എഴുതി കാണിച്ചു. ഹലോ സാർ, നാട്ടുകാർ പോസ്റ്റർ ടിപ്പ് തുടങ്ങി. അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, ശരി സാർ. ശരിയാ, മുരളിനെ കൊല്ലുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനല്ല അത് ചെയ്തത്. എനിക്കതിന് കഴിയില്ല. പോലീസിനും നാട്ടുകാർക്കും എന്നെയാണ് സംശയം. ശരിയാ, അങ്ങനെ ഞാൻ പൈസ കൊടുക്കാനുള്ള ശരി തന്നെയാണ്. പക്ഷെ അയാളത് ഒരുപാട് ഉപദ്രവിച്ചു. അതിൻ്റെ പേരിലാണ് ഞാൻ കേസ് കൊടുത്തത്.
അല്ലാതെ അങ്ങനെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. എനിക്കതിന് പറ്റില്ല. നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണം. ഞാനല്ല ചെയ്തത്. ഞാനല്ല ചെയ്തത്. എടാ, നിന്നെ തിരകെ കടയിലും പോലീസ് വന്നിരുന്നു. നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നോ ചോദിച്ചത്. എൻ്റെ അമ്മ അവരിതെങ്ങനെ താങ്ങും?